ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റുള്ള ഒരു നെയ്മീൻ കറി വെച്ചാലോ? വീട്ടിൽ നെയ്മീൻ കൊണ്ടുവരുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറ്. നല്ല ടേസ്റ്റാണ്. ഒന്ന് വെച്ച് നോക്കിയാൽ നിങ്ങളും ഇങ്ങനെ തന്നെ വെക്കും. ഇതിന് മെയിൻ ടൈം എടുക്കുക ആ ഉള്ളി തൊലിക്കാനാണ്. ചെറിയ ഉള്ളിയാണ് ഇതിന് ഉപയോഗിക്കുക. എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ ഒരു പിടി ചെറിയ ഉള്ളിയും പിന്നെ ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ പിന്നെ കൊടുമ്പുളി ഇട്ടാട്ടോ ഇത് വെക്കുക. കൊടുമ്പുളി ഇല്ലെങ്കിൽ സാദാ പുളി വേണമെങ്കിലും നമുക്കെടുക്കാം. പക്ഷെ കൊടുമ്പുളിയാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുന്നതിൻ്റെ ഈ മീൻ കൊണ്ടുവന്നപ്പം തന്നെ ഒരു 4 കഷ്ണം കൊടുമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് അതിൻ്റെ പുളി ഒന്ന് ഇറങ്ങി വരാൻ വെള്ളത്തിൽ. പിന്നെ നമ്മൾ ഉലുവ കുറച്ച് അധികം ഇടണം. പിന്നെ ഉലുവൻ്റെ പൊടിയാണ് ഒന്നും കൂടി ടേസ്റ്റ്. എൻ്റെ കയ്യിൽ പൊടിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉലുവയാട്ടത്. ഉലുവ പൊട്ടിയിട്ട് പിന്നെ കടുക് ഇട്ടിട്ട് പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക ചെയ്യുക. ഇതിന് നമ്മൾ സാധാരണ മീൻ കറിയും കൂട്ടാനൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണേനെക്കാട്ടിലും കുറച്ച് അധികം വെളിച്ചെണ്ണ വേണം. കാരണം കുറേ ഉള്ളി എടുക്കുന്നുണ്ട് നമ്മളിതിൽ. അപ്പോൾ കുറച്ചധികം ലാസ്റ്റ് ഈ എണ്ണ തെളിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ഉള്ളി പിന്നെ ആദ്യം ഉലുവ പൊട്ടി കടുക് പൊട്ടിയിട്ട് നമ്മൾ ഉള്ളി ഇട്ടു, ഉപ്പിട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. എന്നിട്ടെല്ലാം കൂടി നല്ലോണം വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ. പിന്നെ ഒന്ന് കുറച്ച് വഴണ്ടിയിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്, അല്ലെങ്കിൽ ചെറുതാക്കി കുത്തി അരിഞ്ഞ് വെച്ചതായാലും മതി. ചോപ്പറിലിട്ട് അരിഞ്ഞ് വെച്ചാലും മതി. ചതച്ചാൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടും. അതിട്ടിട്ട് അതിലോട്ട് ഞാൻ പിന്നെ ഒരു പാത്രത്തിൽ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി അതൊരു വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിലൊഴിച്ചിട്ട് എന്നിട്ട് കൊടുമ്പുളി ഇട്ട് വെച്ചാൽ വെള്ളവും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷമാണ് ഞാൻ മീനിട്ട് കൊടുത്ത്. ഇത് ലാസ്റ്റ് ഞാൻ പിന്നെ മസാലകൾ ഉള്ള പാത്രം ഇത്തിരി വെള്ളമാക്കി ചുറ്റി ഒഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കൊടുമ്പുളിയിട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മീൻ സാധാ മീനിനെക്കാട്ടും കുറച്ചുകൂടെ ഒന്ന് വേവണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെക്കണം. പിന്നെ എന്നിട്ട് നമ്മൾ എണ്ണ തെളിഞ്ഞ് വരും, അപ്പോഴാണ് അതിൻ്റെ പാകം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഫോണിൻ്റെ ഫ്ലാഷ് ഓണായി, അതാട്ടോ വെളിച്ചം കുറച്ചധികം തോന്നുന്നത്. പിന്നെ അല്ലാതെ കണ്ടോ, ലാസ്റ്റിൽ കണ്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ? ഈ ഒരു പാകം ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കുക. അടുപ്പത്ത് വെച്ചാൽ കുറച്ചൊന്ന് വറ്റി വരുമ്പോഴാണ് പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിലും ടേസ്റ്റാണ്.